എൻ്റെ നാടായ തലേക്കര, എയർപോർട്ടിൻ്റെ അടുത്ത് തലേക്കര ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോയാൽ നമുക്ക് അതിൻ്റെ വിഷ്വലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഈ എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ രാമനാട്ടുകര റൂട്ടിലേക്ക് ഇങ്ങനെ പോയിടുക്കുക. അപ്പം അവിടെയുള്ള ഈ അരികിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ഓരോ സംഭവങ്ങളുണ്ട് ഇവിടെ. അതേ നമ്മളെ നീറ്റാണിമുള്ള ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകണം. നമ്മൾ പോണത് എങ്ങോട്ടാ വെച്ചാൽ മറ്റേ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് തലേക്കര. നമ്മളെ കൊണ്ടോട്ടിക്കാർക്കൊക്കെ സുപരിചിതമായൊരു വെള്ളച്ചാട്ടമാണിത്. എന്താണ് കളറിണ്ടിക്കൽ വാട്ടർഫാൾസ് എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ തലേക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. തലേക്കര നിന്ന് നമ്മളെ വണ്ടി ഇപ്പുറത്തേക്ക് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തോടിനോട് ചാരിയിട്ട് ഒരു റോഡുണ്ട്. നോക്കിക്കോട്ടോ, ഇതാണ് ആ റോഡ്. തോടിനോട് ചാരിയിട്ട് ഈ റോഡ് കളറിണ്ടിക്കൽ വാട്ടർഫാൾസ് എന്ന് ഇതിലൊക്കെ അടിച്ചാൽ, ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും തോന്നുന്നു, മറ്റേ മാപ്പിലൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. റോട്ടുമേൽ ഓട്ടർഷ മൂടിയിട്ടാണ്. ഇപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ അങ്ങോട്ട് പോകണ്ടല്ലോ. അത് ഇടത് സൈഡിൽ കഴുകും തോട്ടമുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ചാലിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിനൊക്കെ കൈവരി കെട്ടി കിട്ടും. നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോന്നിട്ട് റോഡിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് പോരുകയാണെങ്കിൽ ഈ വളവൊക്കെ വളഞ്ഞിങ്ങനെ പോയിട്ട് റോഡ് നല്ല കുണ്ടുണ്ട്. അങ്ങനെ ആ കുണ്ടൊക്കെ ചാടി ചെറിയൊരു കയറ്റം. ഈ കയറ്റം കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത് വെള്ളച്ചാട്ടം. നോക്കിയാണ് നിങ്ങൾ. ഇത് നമ്മളെ നാടനായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വരാറൊന്നുമില്ല. എന്നോ രണ്ടോ വട്ടത്തെ ഞാൻ ഇവിടെ വന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇത് കൊണ്ടോട്ടിൻ്റെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ എല്ലാവർക്കും വരാം. വെള്ളച്ചാട്ടം അതിൻ്റെ ഗാംഭീര്യത്തോടു കൂടി തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ വന്നാൽ നമ്മൾ ഓടേണ്ടി വരും. നല്ല മഴക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ. എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. മറ്റൊരു പാലൊക്കെ ഉണ്ട്, പാലം കണ്ടങ്ങൾ. അടിപൊളിയായിട്ടുള്ളൊരു പാലമുണ്ട്. അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നൊക്കെ നോക്കാൻ നല്ല രസമുണ്ട്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് കാണാൻ തന്നെ ഉണ്ട് ഇത്. നമുക്കിനിപ്പം ഒന്ന് കുളിച്ച് പോകണ്ടെന്നുണ്ടെങ്കിലും കുളിക്കാൻ എനിക്ക് തോന്നുന്ന അപകട സാധ്യത കൂടുതലുള്ളൊരു ഏരിയയാണ്. കാരണം ഫുള്ള് പാറായതുകൊണ്ടേ മഴ പെയ്തിട്ടോ. അപ്പോൾ പാറായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പായതായി തന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളവിടെ കയറി പോകുന്നത്. മഴ പെയ്താൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് ഇങ്ങനെ ഇവിടെ കയറി കുത്തിറക്കുന്നുണ്ട്. അപ്പം മഴ ചോർന്ന് ഇന്നിങ്ങനെ ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ചെറിയ മക്കളുണ്ട്, ഇഷ്ടംപോലെ ചാടി കളിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ ഒന്നും കൂടി സ്റ്റാറായിട്ട് ചാടി കളിക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എല്ലാവരും അടിപൊളിയായിട്ട് ചാടുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവുന്നു. ഇന്ന് സൺഡേ ആണ്, അതിനോണ്ടും പിന്നെ എല്ലാവരും ലീവ് ആവുമല്ലോ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ അത്ര സേഫൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഇറങ്ങിപ്പോണ സ്ഥലമൊക്കെ നല്ല വഹിക്കണ സ്ഥലങ്ങളാണ്. കെട്ടി പറഞ്ഞ് വീണ് തലയൊക്കെ അടിച്ചാൽ ഒന്നിനും പറ്റില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഇവരൊക്കെ നല്ല എക്സ്പേർട്ട് ആകാൻ കാരണം ഇവരിവിടെ സ്ഥിരമായിട്ട് വരുന്നവരായിട്ടാവും. നമ്മളെപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാടുമ്പോഴേ നല്ല ശ്രദ്ധിക്കണം. അപ്പം മറ്റൊരു അടിപൊളി പാലുണ്ട്. ഈ പാലത്തുമുള്ള വ്യൂ ഒരു അടിപൊളി കേട്ടോ, ഒന്നും പറയില്ല. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വെള്ളം ഇങ്ങനെ ചാടി വയ്ക്കണത് കാണാം. അത് പ്രത്യേക രസം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ എന്തായി അറിയോ, ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ട് കേട്ടോ. നമുക്ക് മോറൊക്കെ ഒന്ന് കയ്യോ കയ്യരിച്ച്. അങ്ങനെ ഞാൻ വല്ലൊന്ന് മുഖം കയ്യോ കയ്യരിച്ച്. അടിപൊളി സൂപ്പറായിട്ട് മുഖം കഴിക്കാം. അപ്പോൾ കൂടെ കൂടാത്തവരൊക്കെ കൂടെ കൂടിക്കൊളി. നമ്മുടെ കഥകൾ ഇനിയും തുടരും.